ഹലോ, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ലാൻഡ്സ്യൂട്ട് റെയിൽവേ സ്റ്റേഷനിലാണ്. ഞാനിന്ന് പോകുന്നത് ബെർച്ചസ്ഗാർഡൻ എന്ന് പറയുന്ന ഓസ്ട്രിയ ജർമ്മനി ബോർഡറിലുള്ള ഒരു പ്ലേസിലേക്കാണ്. ബെർച്ചസ്ഗാർഡനിൽ ചെന്നിട്ട് അവിടുന്ന് ക്യോനങ്സി, ഹിൻഡർസി, ഈഗിൾ നെസ്റ്റ്, റംസാവു അങ്ങനെയുള്ള ബെർച്ചസ്ഗാർഡനിലെ ഫേമസ് ആയിട്ടുള്ള പ്ലേസസിലൊക്കെയാണ് ഞാൻ ഇന്ന് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഞാൻ 5:36 ഞങ്ങളുടെ അവിടുന്ന് ബസ് എടുത്തു. ഇപ്പോൾ ഇത് 5:50 ഞാനിവിടെ റെയിൽവേ സ്റ്റേഷനിലുണ്ട്. ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റ് സാൽസ്ബർഗ്, അതായത് ഓസ്ട്രിയക്കുള്ള ഒരു ട്രെയിൻ ഉണ്ട്. ആ ട്രെയിൻ പിടിച്ച് ഫ്രൈലാസിംഗിൽ ഇറങ്ങിയിട്ട് ഫ്രൈലാസിംഗിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ബെർച്ചസ്ഗാർഡൻ പോകും. ആണ് ഇന്നത്തെ രാവിലത്തെ എൻ്റെ യാത്രയുടെ ഒരു ഔട്ടറായിട്ട് പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഉള്ളത് പ്ലാറ്റ്ഫോം 1-ലാണ്. ഇവിടെയാണ് ട്രെയിൻ വരേണ്ടത്. 6:08 വണ്ടി. അപ്പം ട്രെയിൻ വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനു മുന്നേ നമുക്ക് പോയി ഒരു കാപ്പി കുടിക്കാം. അങ്ങനത്തെ ഇവിടുന്ന് ഒരു കാപ്പിയും പിന്നെ ഇവിടുത്തെ ഒരു ബട്ടർ ബ്രെഡ്സൽ എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഉണ്ട്. ആ സാധനം മേടിച്ച് ഇതാണ് നമ്മൾ കയറാൻ വേണ്ടി പോകുന്ന ട്രെയിൻ. ഈ ട്രെയിൻ ആക്ച്വലി സാൽസ്ബർഗിനാണ്. നിങ്ങൾക്ക് ബോർഡ് നോക്കിയാൽ കാണാം, സാൽസ്ബർഗ് ട്രെയിൻ. ഇതൊരു പെറ്റി ട്രെയിനാണ്. നമുക്ക് ഉള്ളിലേക്ക് കയറാം. നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ടായിട്ടുണ്ട്. ബട്ടർ ബ്രെഡ്സൽ ഇവിടുത്തെ ഒരു പലഹാരമാണ്. കഴിച്ചിരിക്കാൻ ഉള്ളിൽ ബട്ടർ വെച്ചിട്ടുള്ളൊരേറ്റം. അങ്ങനെ ഞാനിപ്പം മ്യൂൾഡോഫ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെത്തി. ഇവിടെ ട്രെയിൻ ഒരു 30 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്. ഇനിയിപ്പം എത്ര മണിക്കാണ്? 7:45 ഇനി ഇവിടുന്ന് ട്രെയിൻ എടുക്കുന്നത്. എനിക്ക് ആക്ച്വലി ഇനി മുൾഡോഫിൽ നിന്ന് ഫ്രൈലാസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് പോകണം. ഫ്രൈലാസിംഗിൽ നിന്ന് ട്രെയിൻ മാറി കയറി ബെർച്ചസ്ഗാർഡനിലേക്ക് പോകാൻ പറ്റും. നമ്മൾ വന്ന ട്രെയിനാണ് ഈ കിടക്കുന്നത്. ആക്ച്വലി ഇതാണ് മ്യൂൾഡോഫ് റെയിൽവേ സ്റ്റേഷൻ. കാണാം. ഞാനിപ്പോഴാണ് ഇത് ശ്രദ്ധിച്ചത്. ഇവിടുത്തെ ഈ കസേര കണ്ടു, കസേരയുടെ ഷേപ്പ് ഉണ്ട്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷേപ്പ് അല്ലേ. കൊള്ളാം. ഇത് പറഞ്ഞ വീട്ടിൽ മേടിച്ചിട്ടും നല്ല രസമുണ്ട്. നല്ലൊരു ഷേപ്പ്. നമ്മുടെ ട്രെയിൻ ഇവിടെ കിടക്കുന്നു. നമുക്കിനി വെയിറ്റ് ചെയ്യണം. 7:45 ട്രെയിൻ. 7:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇരുന്ന്. തണുപ്പുണ്ട്, പക്ഷെ നല്ല രസമുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ മുഖം കണ്ടോ, ഒരുമാതിരി ഉറക്കപ്പിച്ചാണ്. സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഇന്നലെ എനിക്ക് ജോലി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ പാക്കിങ്ങും പരിപാടികളും എല്ലാം ആയിരുന്നു. പിന്നെ സ്റ്റേ ബുക്ക് ചെയ്യണമായിരുന്നു. അത് കഴിഞ്ഞ് മര്യാദയ്ക്ക് 3-4 മണിക്കൂറാണ് ഞാൻ ഉറങ്ങിയത്. എന്നിട്ട് വെളുപ്പിനെ 5 മണിക്ക് എണീറ്റ് 5:30 ബസ് എടുത്തു. 6:08 ലാൻഡ്സ്യൂട്ടിൽ നിന്ന് ട്രെയിൻ എടുത്ത് ഇപ്പോൾ ഇവിടെ 7:18 ആയിട്ടുണ്ട്. ഉറങ്ങിയിട്ടില്ല. മുഖം കണ്ടോ, കോമഡി ആയിട്ടുണ്ട്. ആക്ച്വലി ഞാനിപ്പോൾ ഉള്ളത് ഇവിടുത്തെ ഈ ട്രെയിനിൻ്റെ വാഷ്റൂമിലാണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ആക്ച്വലി ഇതൊരു
ചെറിയ ട്രെയിനാണ് ഇവിടുത്തെ, പക്ഷേ എങ്കിലും വാഷ്റൂം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. ഇത് കണ്ട, നമ്മളിപ്പോൾ മ്യൂൾഡോഫിലാണുള്ളത്. ഇവിടുന്ന് 7:43 വണ്ടി എടുക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് 8:34 കാണാമോ ഫ്രൈലാസിങ്ങിൽ ഇറങ്ങണം. ഫ്രൈലാസിങ്ങിൽ ഇറങ്ങിയിട്ട് ഫ്രൈലാസിങ്ങിൽ നമ്മൾ ചെല്ലുന്നത് പ്ലാറ്റ്ഫോം 7-ലാണ്. അവിടുന്ന് പ്ലാറ്റ്ഫോം 8-ൽ പോയിട്ട് നമ്മൾ BRB S4 എന്ന് പറഞ്ഞിട്ടുള്ള ബർച്ചസ്കാഡൻ എബാനോഫിലേക്കുള്ള ട്രെയിൻ കയറണം. അതൊരു 9:45 ആകുമ്പം ചെല്ലും. ആക്ച്വലി നമുക്ക് ലാൻസുട്ടിൽ നിന്ന് 2 രീതിയിൽ നമുക്ക് ബർച്ചസ്കാഡൻ പോകാം. ഒന്ന് നമുക്ക് ലാൻസുട്ട്, മ്യൂൾഡോഫ്, ഫ്രൈലാസിങ്, ബർച്ചസ്കാഡൻ അങ്ങനെ പോകാം. അതായത് ഞാൻ ഇന്ന് വന്ന പോലെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പഴയ ഈ പെട്ടി ട്രെയിനിൽ കയറാൻ പറ്റും. അതൊരു അനുഭവമാണ്. പിന്നെ മൊത്തത്തിൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ലാൻഡ്സ്കേപ്പിൽ കൂടെയൊക്കെയാണ് ഈ വണ്ടി പോകുന്നത്. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻസുട്ടിൽ നിന്ന് നമുക്ക് മുൻഷൻ പോകണം, മ്യൂണിക്ക് പോയിട്ട് നമുക്ക് BRB എന്ന് പറഞ്ഞിട്ടുള്ള സാൻസ്ബർഗിനുള്ള മറ്റേ ട്രെയിനിൽ കയറാം. അങ്ങനെ 2 ഓപ്ഷനാണ് നമുക്കുള്ളത് ഇവിടെ ചെല്ലാൻ, ബർച്ചസ്കാഡൻ ചെല്ലാൻ. എന്താ പറയുക, ഈ ട്രെയിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ലാൻസുട്ടിൽ നിന്ന് റോസൻഹൈം പോകുമ്പോഴും ഒക്കെ ഇവർ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ പഴയ ട്രെയിനാണ്. ഇതിലെ യാത്രയൊക്കെ നല്ലതാണ്. കാര്യം ഇതിനകത്തൊരു പ്ലഗ് പോയിൻ്റ് പോലും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ബാത്റൂമും നീറ്റും ക്ലീനും ഇവിടുത്തെ അതൊക്കെ അടിപൊളിയായിരിക്കും. ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് ഒന്നുമില്ല. അതൊരു ഡീമെറിറ്റായിട്ടാണ് ഞാൻ കാണുന്നത്. പറയുമ്പോൾ എല്ലാവരും പറയുന്നത് ഈ ട്രെയിനൊക്കെ ഒരുപാട് പഴക്കം ചെന്ന ട്രെയിനുകളാണ്, അവർ ഈ മോഡിഫൈ ചെയ്ത് ലുക്ക് മാറ്റുന്നതാണെന്നൊക്കെ പറഞ്ഞാലും പ്ലഗ് പോയിൻ്റ് ഇല്ലാത്തത് ഭയങ്കര ഒരു നെഗറ്റീവ് തന്നെയാണ്. കാരണം നമുക്ക് ട്രാവൽ ചെയ്യുന്നവർക്ക് നമുക്കൊന്ന് മൊബൈൽ ചാർജ് ചെയ്യാനോ ലാപ്ടോപ്പ് ചാർജ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. തന്നെയാണ് ആകെപ്പാടെ നമ്മളെ 2 ബോഗിയേ ഉള്ളൂ, ചെറിയൊരു ട്രെയിൻ. ആക്ച്വലി അധികം ആൾക്കാരും ഇല്ല ഈ ട്രെയിനിൽ. മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഈ ബോഗിക്കകത്ത് ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഞാനും വേറെ 2 ആൾക്കാരും അവിടെ ഇവിടെയൊക്കെ ആയിട്ടിരിപ്പുണ്ട്. കാണിക്കാതുണ്ടോ, ഒരാൾക്കാർ പോലും ഇല്ല, കണ്ടോ, ആരുമില്ല. ട്രെയിൻസ് കൂടുതലും പോകുന്നത് അടിപൊളി ലാൻഡ്സ്കേപ്പിൽ കൂടെ അല്ല. ഈവൻ നമ്മുടെ നാട്ടിലാണെങ്കിൽ തന്നെ നമ്മൾ എറണാകുളത്ത് നിന്ന് വരുന്ന സമയത്ത് ഒരു ചങ്ങനാശ്ശേരിയൊക്കെ അടുക്കാറാകുന്ന ആ ഒരു പോർഷനും ചങ്ങനാശ്ശേരി കഴിഞ്ഞിട്ടുള്ള ആ ഒരു വൈബും നല്ല പാടത്തിൻ്റെയും വരമ്പത്തിൻ്റെയും ആ ഒരു രീതിയിലല്ലേ നമ്മൾ പോകുന്നത് ട്രെയിനിൽ കൂടെ. അതേപോലെ തന്നെ ഇവിടെ ആണെങ്കിലും ഫുള്ള് പച്ച വിരിച്ച് കിടക്കുന്ന ആ ഒരു വൈബ് രസമുണ്ട്. ഇതൊക്കെ രാവിലെ കണ്ടുകൊണ്ട് നമുക്കങ്ങ് യാത്ര ചെയ്യാം. ഇത് കണ്ട, ഇത് ആക്ച്വലി എനിക്കിപ്പോൾ വന്ന മെസ്സേജാണ്. ഇതെന്താണെന്ന് വെച്ചാൽ എൻ്റെ സിം ഇപ്പം എനിക്ക് കറക്റ്റായിട്ട് റേഞ്ച് ഒരു കട്ടേ ഉള്ളൂ. ഇവിടെ ഭയങ്കര റേഞ്ച് സീനായിരിക്കും. അപ്പം ഇപ്പം എനിക്ക് കറൻ്റ്ലി നെറ്റ്വർക്ക് കിട്ടുന്നത് ഓസ്ട്രേലിയ എന്നാണ്. അപ്പം ഇതിനിയിപ്പം അങ്ങോട്ടേക്ക് പോകുമ്പം ഒരു ഗെയിം പോലെ ഇടയ്ക്ക് നമുക്ക് ജർമ്മനിയുടെ ടവറിൽ നിന്ന് കിട്ടും, ഇടയ്ക്ക് ഓസ്ട്രിയയുടെ കിട്ടും, ഇടയ്ക്ക് മാറി മാറി കിട്ടും. റോമിങ്ങിൻ്റെ ഇഷ്യൂ വരത്തില്ലെന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സമയം ഓൾമോസ്റ്റ് 8:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ഒരു സ്റ്റോപ്പും കൂടെ ഉള്ളൂ ഫ്രൈലാസിങ്ങിലേക്ക്. ഫ്രൈലാസിങ്ങിൽ പോയിട്ട് ഫ്രൈലാസിങ്ങിൽ നിന്ന് അടുത്ത ട്രെയിൻ എടുത്തിട്ട് ഇനി വേണം എനിക്ക് പോകാനായിട്ട്. അതൊരു ബോഗി
ഇത് രണ്ടാമത്തെ ബോഗി. ഈ 2 ബോഗിയാണ് ഈ ട്രെയിനുള്ളത്. ഇവിടെ നമുക്കിത് ഇതുപോലത്തെ ഈ സ്കൂട്ടർ വെക്കാം, സൈക്കിൾ വെക്കാം, അതിനുള്ള ഏരിയയാണിത്. അവർക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു സീറ്റുകളും ഇങ്ങനെ നമുക്ക് ഇങ്ങനെ മടക്കി ഇതാക്കാം. അല്ലാത്തടത്ത് നോർമലായിട്ടുള്ള സീറ്റുകളാണ്. ഇതങ്ങ് ദൂരെ നമുക്ക് ആൽപ്സ് ഒക്കെ കാണാൻ പറ്റും. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ആൽപ്സ് പർവ്വതനിരകളൊക്കെ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഫ്രൈലാസിങ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോകുന്ന റൂട്ടിൽ നമുക്ക് കൂടുതൽ വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങി. ഇതിപ്പം പ്ലാറ്റ്ഫോം 7 ആണ്. ഇതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് ഇവിടെ നിന്നാൽ മതി എനിക്ക് അടുത്ത ട്രെയിൻ വരാൻ. ദൂരോട്ടൊന്നും പോകേണ്ട കാര്യമില്ല. ഇവിടെ ഞാൻ വന്നു, ഇവിടെ നിൽക്കുന്നു. ഇതാണ് ഫ്രൈലാസിങ് റെയിൽവേ സ്റ്റേഷൻ. ആ ഏരിയയിൽ നമുക്ക് ആൽപ്സ് മലനിരകളൊക്കെ കാണാൻ പറ്റും. കാണിച്ചു തരാം. അങ്ങ് ദൂരെ നമുക്ക് ആ മലകളൊക്കെ കാണാൻ പറ്റും. പിന്നെ അതേ നമ്മുടെ ട്രെയിനിൻ്റെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്, ബെർച്ചസ്കാഡൻ ഹബാനോഫ് 8:52. ഇപ്പോൾ ഇത് 8:35 ആയിട്ടേ ഉള്ളൂ. ടൈമുണ്ട്, കുറച്ച് നേരമുണ്ട്. നേരങ്ങളെ കണ്ടോ, ആ ട്രെയിനിൻ്റെ ബാക്കിലൊക്കെ കണ്ടോ മലകൾ. പിന്നെ ഇതിൻ്റെ ഇവിടെയും ചുറ്റും മലകളായിട്ട് ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നേക്കാണ്. ഈ ട്രെയിനാണ്. നമുക്ക് ഇതിൽ കയറാം. ഇതിൽ നമുക്ക് ബെർച്ചസ്കാഡൻ വരെ പോകണം. ഇതാണ് നമ്മൾ രണ്ടാമത് കയറിയ ബെർച്ചസ്കാഡനിലേക്കുള്ള ഫ്രൈലാസിങ്ങിൽ നിന്ന് കയറിയ ട്രെയിന്. ഇതും ആക്ച്വലി ചെറിയ ട്രെയിനാണ്, പക്ഷേ ഇത് ഇച്ചിരി കൂടെ പുതിയ ട്രെയിനാണ്. നല്ല എന്താ പറയുന്നത്, നല്ല ഫെസിലിറ്റിയൊക്കെയുള്ള ഒരു പുതിയ ട്രെയിനാണ്. ഇതിലും വാഷ്റൂമുണ്ട്. ഇതാണ് ഇതിൻ്റെ വാഷ്റൂം കിടക്കുന്നത്. നമുക്ക് 2 സൈഡിലും ആൽപ്സ് മലനിരകളൊക്കെ കണ്ടുകൊണ്ട് ഉള്ള യാത്രയാണിത്. ഇച്ചിരി നൈസാണ്. വീഡിയോ എടുക്കാൻ വെച്ചപ്പോൾ ഇതേ കാട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ബവേരിയൻ ആൽപ്സ് മുഴുവൻ കണ്ടുകൊണ്ട് ഉള്ള ഒരു അതിമനോഹരമായിട്ടുള്ളൊരു ട്രെയിൻ യാത്രയാണ് ഈ ഫ്രൈലാസിങ്ങിൽ നിന്ന് ബെർച്ചസ്കാഡനിലേക്കുള്ള ഈ യാത്ര നമുക്ക് കിട്ടുന്നത്. അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ്. കണ്ട കോടമഞ്ഞും മൊത്തത്തിൽ ഭയങ്കര അടിപൊളിയാണ്. ബവേരിയൻ മലനിരകളെല്ലാം കണ്ടുകൊണ്ട് നമുക്ക് പോകാൻ പറ്റും.
അങ്ങനെ നീണ്ട ശേഷം ഞാനിവിടെ ബർച്ചസ് ഗാർഡൻ ബാനോഫിൽ എത്താറായി. ഇപ്പോൾ ഒരു വിത്തിൻ 1-2 മിനിറ്റിനുള്ളിൽ നമ്മൾ ബാനോഫിലെത്തും. അങ്ങനെ നമ്മൾ ബർച്ചസ് ഗാർഡൻ ബാനോഫിൽ എത്തിയേക്കാണ്. നമ്മളങ്ങനെ ട്രെയിനിൽ നിന്ന് ഇറങ്ങുക. അങ്ങനെ ബർച്ചസ് ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ട്രെയിനിലാണ് വന്നത്. രാവിലെ 5:30 ഇറങ്ങിയ ഞാനാണ്. ഇപ്പോൾ കറക്റ്റ് സമയം 9:50. നമ്മൾ കറക്റ്റ് ടൈമിംഗ് ആണ്. ഒത്തിരി ടയേർഡൊന്നുമല്ല. ഞാൻ പക്ക ഓണാണ്, സീനൊന്നുമില്ല. പിന്നെ കുറേ കാഴ്ചകൾ കാണാൻ പറ്റി. അതുപോലെ എന്താ പറയുന്നത്, ആ ഒരു മോർണിംഗ് വൈബും. ഇതുവരേക്കും ഒരുപാട് ചൂടൊന്നും ആയിട്ടില്ല. പിന്നെ ഈ ആൽപ്സ് പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ട് ഇവിടെ അധികം ചൂട് വരത്തില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും ഒരു 20-22 ഡിഗ്രിയൊക്കെ ഇവിടെ കാണും. ഞാനിപ്പോൾ ഉള്ളത് ബർച്ചസ് ഗാർഡൻ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടുത്തെ ആ ഒരു വ്യൂ കണ്ട, ഒരു ക്ലോക്കും പിന്നെ മൊത്തത്തിൽ കുറേ കളേഴ്സൊക്കെ ആയിട്ട് നല്ലൊരു പെയിൻറ്റിംഗ് ആണ്. പുറത്തോട്ട് കിടക്കാം. ഈ പുറത്തുള്ളൊരു വ്യൂ ഉണ്ട്. ഇവിടെ കുറേ വീടുകളൊക്കെ അടുക്കി വെച്ചേക്കുന്നത്, അത് ഞാൻ കാണിക്കാം. നോക്കിക്ക്, കണ്ടോ? ഇതാണ് ബർച്ചസ് ഗാർഡൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു മുൻവശം. അവിടെയാണ് ബസ്സുകൾ വരുന്നത്. മൊത്തത്തിൽ കണ്ടോ, ആൽപ്സ് പർവ്വതങ്ങളൊക്കെ കണ്ടോ? മൊത്തം മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു സിറ്റിയാണ് ബർച്ചസ് ഗാർഡൻ. ആ ഏരിയയിൽ വീടുകളൊക്കെ വെച്ചേക്കുന്നുണ്ടോ? ഭയങ്കര അടിപൊളിയല്ലേ? കണ്ട, മൊത്തത്തിൽ നൈസ് അല്ലേ? അവിടെയാണ് ബസ് വരുന്നത്. ഹിൻഡർസി ക്യോനിങ്സി ഒക്കെ പോകാനായിട്ട് നമുക്ക് അവിടെ നിന്നാണ് ബസ് എടുക്കേണ്ടത്. അപ്പം അങ്ങനെ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഒരുപാട് ലെങ്തി ആകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. അതുപോലെ ഇപ്പോൾ ഉള്ളത് ബർച്ചസ് ഗാർഡനിലാണ്. ഞാനിന്ന് ഇവിടെ ബർച്ചസ് ഗാർഡനിൽ സ്റ്റേ ആണ്. അപ്പം ഞാൻ ഇവിടുത്തെ ക്യോനിങ്സി, ഹിൻഡർസി, റംസാവു ചർച്ച് അങ്ങനെയുള്ള വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിലേക്കുള്ള എൻ്റെ യാത്രകളും അതുപോലെ വിശേഷങ്ങളും എല്ലാം മുന്നോട്ടുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.